2 ദിവസമായി സംഘർഷഭരിതമായ കോഴിക്കോട് കുറ്റ്യാടിയിൽ സമാധാനം കൊണ്ടുവരാൻ സർവകക്ഷി യോഗത്തിൽ ആഹ്വാനം. നാശനഷ്ടം നേരിട്ടവർക്ക് സർവകക്ഷി നേതൃത്വത്തിൽ നഷ്ടപരിഹാരം നൽകും. അക്രമം നടന്ന നാദാപുരത്തും സമാധാന യോഗം വിളിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. വോട്ടെടുപ്പ് ദിവസം രാത്രിയാണ് കുറ്റ്യാടിയിലും പരിസരത്തും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ സംഘർഷത്തിൽ 5 കടകൾ തകർത്തു. 2 ബൈക്കുകൾക്കും ഓട്ടോറിക്ഷയ്ക്കും തീയിട്ടു. മുസ്ലിം ലീഗ് ഓഫീസും എറിഞ്ഞു തകർത്തു. ലീഗ് പഞ്ചായത്ത് അംഗത്തിന് വീടിന് നേരെയും കല്ലേറുണ്ടായി. പലയിടത്തുണ്ടായ അക്രമങ്ങൾ നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സൽമയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചത്. പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. രാത്രി 10 മണിക്ക് ശേഷം ബൈക്ക് യാത്രയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. RDOയുടെ നേതൃത്വത്തിൽ വിപുലമായ സമാധാന യോഗം വിളിച്ചു ചേർക്കാൻ കലക്ടറോട് ആവശ്യപ്പെടാനും തീരുമാനമായി. നാദാപുരം മേഖലയിൽ വോട്ടെടുപ്പിനെ തുടർന്നുണ്ടായ സംഘർഷം തുടരുകയാണ്. ചെക്യാട്ട് 100ഓളം വാഴത്തൈകൾ വെട്ടിനശിപ്പിച്ചു. വിളക്കോട്ടൂരിൽ ഓട്ടോറിക്ഷ തീവച്ചു നശിപ്പിച്ചു. തൂണേരിയിൽ മർദ്ദനമേറ്റ 2 UDF അനുഭാവികളെ നാദാപുരം സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷം പരിഹരിക്കുന്നതിനായി വളയം പോലീസ് സമാധാന യോഗം വിളിച്ചിട്ടുണ്ട്.